നമ്മളിപ്പോ താമസിച്ചു വന്നു. വേണമാ പറമ്പിൽ വേറെ ആരെയും കാണുന്നില്ലല്ലോ. കസേരയൊക്കെ ഒന്നിടക്കുവാണല്ലോ. ഇനി നമുക്കെങ്ങനെ അകത്തു പോയി കാണും? ഒരിക്കലുമില്ല. പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗവും പ്രായശ്ചിത്തം വഴി നേടിയെടുത്തതാണ് ഈ സുദിനം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല ഈ അനുഗ്രഹീത സമയം. എന്നാലും ബാക്കി 5 പേരെ ഇവിടെ കാണാനുണ്ടല്ലോ. ഇനി അവിടെ വരാതിരിക്കുമോ? എനിക്കെന്തോ പേടിയുള്ളൂ. ഒരിക്കലും പേടിക്കണ്ടെന്നേ. നമ്മൾ കൃത്യസമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ധൈര്യമായിട്ടിരിക്കേ. എന്നാ പിന്നെ നമുക്ക് തിരി താഴ്ത്തി വെച്ച് പ്രിയനെ കാത്തിരുന്നാലോ? അല്ലെങ്കിൽ അവൻ വരുമ്പോഴേക്കും വിളക്കിൽ എണ്ണയെല്ലാം പറ്റി നമുക്ക് നിരാശരായി മടങ്ങേണ്ടാവുന്നാലോ? അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഉറക്കം വരാതിരിക്കാനായി പ്രിയം വരുന്നത് വരെ നമുക്ക് പാട്ടുപാടി സ്ഥിതിക്കാം. എത്ര നേരമായി അലറി വിളിക്കുന്നു. കേട്ടില്ലെന്നേ. അത് നീ എന്ത് താമസിച്ചത്? ഓ, അതൊന്നും പറയാതിരിക്കുന്ന നല്ലത്. ഇന്നിവിടെ ഗാനമേള ഉണ്ടോ? ഇതറിഞ്ഞ ഞാനൊരു കരോക്കെ ഒക്കെ ആയിട്ട് വന്നാനെ. അറിഞ്ഞില്ലല്ലോ. നല്ല ഭക്തരാണെന്ന് തോന്നുന്നു. കണ്ണിന് വെള്ളം വിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ കൂടെ വരാൻ പറഞ്ഞ മറ്റു രണ്ടെണ്ണത്തിനെ കണ്ടില്ലല്ലോ. പിന്നെന്താ നിന്റെ പുതിയ ജോലിക്കാരൻ? ഓ, ആപ്പിളിൽ നിന്ന് മൈക്രോസോഫ്റ്റിൽ നിന്നും എന്നെ വിളിയോട് വിളിയ. എനിക്ക് പക്ഷെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നില്ല. നീ പിന്നെ നീ എന്താണ് ഇത്ര താമസിച്ചത്? രാവിലെ എനിക്ക് സുംബ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, എനിക്കത് മിസ്സാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിനൊപ്പം ഒരു ലഞ്ച്, അതും സിറ്റിങ്. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് മെട്രോക്കാർ വിളിക്കുന്നത്. അവർക്ക് എൻ്റെ ഒരു ഇന്റർവ്യൂ വേണമെന്ന്. എൻ്റെ ഡാൻസ് കണ്ടിട്ടേ അവർക്ക് ഡാൻസ് മാത്രമല്ല, കുറച്ച് സൗന്ദര്യമുള്ളവരെയും കൂടെ വേണമല്ലോ. എന്ത് ചെയ്യാനാ, ഈ സൗന്ദര്യമുള്ളവരുടെ ഓരോ ബുദ്ധിമുട്ടേ. അല്ല, നമ്മുടെ ഇൻഫ്ലുവൻസർ ഇതുവരെ വന്നില്ലേ? ഞാനിവിടെ ഉണ്ട്. Hello guys, welcome to my channel. നീ എത്ര നേരം എവിടെയായിരുന്നു? മലയാളമായിരുന്നു. ഓഹോ, എനിക്ക് അമ്മേ സ്വന്തം ഭാഷയായതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ഇംഗ്ലീഷ് പറഞ്ഞ് മടുത്തു. ഇതൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ്. നീ ആമസോണിലോ നെറ്റ്ഫ്ലിക്സോ എവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റ് ചെയ്യും. നീ ആദ്യം ഇത് പറ. ചാനലിൽ ഫോളോവേഴ്സിന്റെ ഇൻഫ്ലുവൻസിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ? റീൽസ്, സ്റ്റോറീസ്, ഷോർട്സ്, പാൻസ്, ജീൻസ്. പാൻസും ജീൻസും? ഫാൻസ് പിന്നെ മണവാള. എന്നൊരു ക്യാപ്ഷനോടെ ഇട്ടാ പൊളിക്കും. നിങ്ങൾ 1K ലൈക്കെങ്കിലും മേടിച്ചില്ല. ലൈക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോ ചാറ്റ് ചെയ്തതിന്റെ ഫോട്ടോ ഇട്ടിട്ട് നിങ്ങളാരും ലൈക്ക് ചെയ്തില്ലല്ലോ. അതെന്താ? വീഡിയോ ഇല്ല, കറണ്ട് പോലും ഇല്ലാത്ത കുടുംബത്തിന് ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ ഫോട്ടോക്കൊക്കെ ഞങ്ങൾ എന്തിനാ ലൈക്ക് അടിക്കുന്നേ? ഇതിനിടയ്ക്ക് അത് കണ്ടുപിടിച്ചോ? യജമാനും വരാറായും തോന്നുന്നു. നമുക്ക് എഴുന്നേറ്റ് സൂചിച്ചുകൊണ്ട് അവരെ വരവേൽക്കാം. എന്ത് വെപ്രാണ പെണ്ണുങ്ങളെ ഇത്! പുള്ളിക്കാരി ഇവിടെ തന്നെയല്ലേ വരുന്നത്. എന്നാൽ നമുക്ക് വിളക്കെത്തിക്കാം. എന്നെ എടുക്കുക. അയ്യോ, ഞാനും എടുക്കാൻ മറന്നുപോയി. നിങ്ങളോട് എടുക്കാൻ പറഞ്ഞതല്ലേ, നീ എടുത്തില്ലേ? ഞാനെടുത്തില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്ക് അവരോട് വിളിക്കണ്ടേ? ചോദിക്കും, ഇപ്പൊ കിട്ടും. Hey girls, can you share some oil please? അത് പിന്നെ ഞങ്ങൾ തിരിച്ചു തരാം. മറന്നുകൊണ്ടല്ലേ ചോദിക്കണത്? അയ്യോ, ഞങ്ങൾ ഒന്നും തോന്നരുത്. നിങ്ങൾക്ക് കൂടി പറഞ്ഞു തന്നാൽ അത് നിങ്ങൾക്ക് നൽകാറുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങുന്നതല്ലേ നല്ലത്? ചുരുക്കം വന്ന നീയൊന്നും ഞങ്ങൾക്ക് എന്നെ തരില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പ്രശ്നവേഷക്കാരോട് ചോദിക്കേണ്ടാണ്. നിങ്ങൾ വന്നേ. ഇവിടെ 24 മണിക്കൂർ ഓപ്പൺ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് അടുത്തുള്ളപ്പോ നമ്മൾ ഇതിന് ഇവരോട് ബാക്ക് ചെയ്യുന്നത്. നമുക്ക് ഒരുമിച്ച് ഫെറാറിയിൽ പോകാം. വെള്ളയും മിനിറ്റ് ഇറങ്ങിക്കോളും. ഓരോരോ മാരണങ്ങള് കണ്ടാലും ഭയങ്കര ഭക്തിയും ഭയം. കയ്യിൽ പാടില്ലോ.
തന്നെയുണ്ട്. ഹലോ ഹലോ, ആരാണ് നിങ്ങൾ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്നെ അറിയത്തില്ലെന്നോ? ലോക്കലും സെന്ററിലും എല്ലാ കമ്മിറ്റിയിലും സ്മ്യൂള് സ്ഥിരമായി പാടുകയും ചെയ്യുന്ന എന്നെ അറിയില്ലെന്നോ? ഞങ്ങളെ നിങ്ങൾക്കും അറിയില്ല, നിങ്ങളെ ഞങ്ങൾക്കും അറിയില്ല. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. ഹലോ, കഥകു തുറക്ക്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ആരെന്നോ എവിടെ നിന്ന് വരുന്നുവെന്നോ ഞാൻ അറിയുന്നില്ല. നീ ഇങ്ങോട്ട് മാറി. ഇല്ലാത്ത നേരണ്ടൊക്കെയാണ് വന്നപ്പോ തുറക്കൂല. ഹലോ, തുറക്കുന്നുണ്ടോ ഇല്ലയോ? ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് 100 കൂട്ടം പണിയുള്ളതാ. ഹലോ, ഐ ഗോ ടു ഓപ്പൺ ദ ഡോർ. ഞാൻ ആവർത്തിച്ചു കഴിഞ്ഞു. നിങ്ങളെ ഞാൻ അറിയില്ല. എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നെ അറിയില്ല? സോഷ്യൽ മീഡിയ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള എന്നെ അറിയുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. കടന്നു പോകൂ ഇവിടെ നിന്ന്. നീ എന്താണ് പേടിച്ചു പോയോ? ഇതിനേക്കാൾ വലിയ അലകൾ കേട്ട് പേടിച്ചിട്ടില്ല. പിന്നെ ഇനി എന്തിനാ നമ്മളിവിടെ നിൽക്കണം? വീട്ടിൽ പോയാൽ ഒന്ന് കിടന്നുറങ്ങുകയും ചെയ്യാം. നിൽക്കൂ. നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഓടിയകലുവിൻ. ജാഗരൂകരായിരിക്കുവിൻ. എന്തെന്നാൽ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. എന്താണ് ആ ശബ്ദം? ദൈവം നമ്മളോട് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. എനിക്കൊരു പേടിയാവുന്നു. വരൂ, നമുക്ക് അല്പനേരം പ്രാർത്ഥനയിലായിരിക്കാം. ഞങ്ങളോട് കരുണയായിരിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. ദൈവമേ, അഹന്തയും സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഗ്രഹവും ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റണമേ. ദൈവമേ, ധൂർത്തും ആർഭാടവും ചെറിയ മോഹങ്ങളും ഞങ്ങളിൽ നിന്ന് ഇല്ലാതാക്കണമേ. അങ്ങനെ നിന്റെ രാജ്യത്തിൽ ഞങ്ങളെയും അവകാശികളാക്കണമേ. കുഞ്ഞുങ്ങളിൽ ആ നാളും നാഴികയും സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അങ്ങനെ നിങ്ങൾ നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. Yes.